നമസ്കാരം. പ്രധാന വാർത്തകൾ. സേവ് സിപിഐക്കാരെ കോൺഗ്രസിലേക്ക് ക്ഷണിച്ച് VT ബൽറാം. വരും ദിവസങ്ങളിൽ ഒരുമിച്ച് പ്രവർത്തിക്കാൻ കഴിയട്ടെ എന്നും കനയ്യകുമാറിന് കോൺഗ്രസിൽ വരാമെങ്കിൽ സേവ് സിപിഐക്കാർക്കും വരാമെന്നും VT ബൽറാം. കാട്ടാനപ്പേടിയിൽ മലയോര മേഖലകളായ തിരുവിഴാംകുന്ന് അമ്പലപ്പാറയും എടത്തനാട്ടുകര പിലാച്ചോലയും. കഴിഞ്ഞ ദിവസം കാടിറങ്ങിയ ആനകളെ തുരത്തിയത് ഏറെ ശ്രമകരമായി. നേരമിരുട്ടിയാൽ ആനകളെ പേടിച്ച് പുറത്തിറങ്ങാൻ കഴിയാത്ത അവസ്ഥ. കാരാകുറിശി പഞ്ചായത്തിലെ ചള്ളിമുണ്ടയിൽ CPM-ൽ നിന്നും കൂട്ടരാജി. 35 കുടുംബങ്ങൾ മുസ്ലിം ലീഗിൽ ചേർന്നു. അംഗത്വ വിതരണം നടത്തി N. ഷംസുദ്ദീൻ MLA. സംസ്ഥാന കായിക വകുപ്പിന്റെ നേതൃത്വത്തിൽ മന്ത്രി V. അബ്ദുറഹ്മാൻ നയിക്കുന്ന ലഹരി വിരുദ്ധ സന്ദേശയാത്രയ്ക്ക് ഒറ്റപ്പാലത്ത് സ്വീകരണം. വിദ്യാർത്ഥികളും കൗൺസിലർമാരും പൊതുജനങ്ങളും പങ്കെടുത്ത വാക്കത്തോണും നടന്നു. മണ്ണാർക്കാട് ആനമൂളി വനത്തിൽ റോഡ് നിർമ്മിക്കാനായി നികത്തിയ ചോലകൾ പൂർവ്വസ്ഥിതിയിലാക്കി. നാട്ടുകാരുടെ ആവശ്യത്തെ തുടർന്ന് പ്ലാന്റേഷൻ കോർപ്പറേഷനാണ് ചോലകൾ പൂർവ്വസ്ഥിതിയിലാക്കിയത്. വാർത്തകൾ വിശദമായി. സേവ് സിപിഐക്കാരെ കോൺഗ്രസിലേക്ക് ക്ഷണിച്ച് VT ബൽറാം. വരും ദിവസങ്ങളിൽ ഒരുമിച്ച് പ്രവർത്തിക്കാൻ കഴിയട്ടെ എന്നും കനയ്യകുമാറിന് കോൺഗ്രസിലേക്ക് വരാമെങ്കിൽ സേവ് സിപിഐക്കാർക്കും അത് ആവാമെന്നും VT ബൽറാം പറഞ്ഞു. പട്ടാമ്പിയിൽ സേവ് സിപിഐ ഫോറം സംഘടിപ്പിച്ച മാനവ സംഗമം ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു VT ബൽറാം. നിലപാട് മാറ്റം അത് രാഷ്ട്രീയത്തിൽ നേരിന്റെ പക്ഷത്ത് നിന്നുകൊണ്ടാണെങ്കിൽ സ്വാഗതം ചെയ്യപ്പെടേണ്ടതാണ്. ഞാൻ ഓർക്കുന്നു, കഴിഞ്ഞ തവണ ഞാൻ തൃത്താലയിൽ മത്സരിക്കുമ്പോ അവിടെ തൃത്താലയിൽ എനിക്ക് എതിരായി പ്രചരണത്തിന് വന്ന ഒരു ദേശീയ യുവ നേതാവ് ഉണ്ടായിരുന്നു. ഈ പട്ടാമ്പിയിൽ അദ്ദേഹം കഴിഞ്ഞ തവണയും വന്നു, അതിന്റെ മുമ്പിലത്തെ തവണയും വന്നു എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ആ കനയ്യകുമാർ എന്ന് പറയുന്ന യുവ നേതാവ് ഇന്ന് ഞാൻ നിങ്ങൾക്ക് പരിചയപ്പെടുത്താൻ ആഗ്രഹിക്കുകയാണ്. അഖിലേന്ത്യാ കോൺഗ്രസ് കമ്മിറ്റിയുടെ വർക്കിംഗ് കമ്മിറ്റിയിലെ പ്രത്യേക ക്ഷണിതാവായി ഞങ്ങളുടെ സഹപ്രവർത്തകനാണ്. കനയ്യകുമാറിന് മാറാമെങ്കിൽ അദ്ദേഹത്തിന്റെ സുഹൃത്തുക്കൾക്കൊക്കെ ശരിയായ നിലപാടെടുക്കാൻ ഇനിയും മടിച്ചു നിൽക്കേണ്ട കാര്യമില്ല എന്നാണ് എനിക്ക് വിനയപുരസ്സരം ഓർമ്മപ്പെടുത്താനുള്ളത്. കാരണം ദേശീയ തലത്തിൽ കോൺഗ്രസ് ആണ് ഭാവി. ആ രാഷ്ട്രീയത്തെ തിരിച്ചറിയാൻ സാധിക്കണം. ആ രാഷ്ട്രീയത്തെ വളരെ കൃത്യമായി നേരത്തെ തന്നെ തിരിച്ചറിഞ്ഞിട്ടുള്ള പാർട്ടിയാണ് കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഓഫ് ഇന്ത്യ. CPM-ന് എല്ലാ കാലത്തും അന്ധമായ കോൺഗ്രസ് വിരോധമാണ്. പക്ഷെ CPI എന്ന് പറയുന്ന പാർട്ടി അത് ദേശീയ തലത്തിലായാലും സംസ്ഥാന തലത്തിലായാലും പ്രാദേശിക തലത്തിലായാലും കുറെ കൂടി മനുഷ്യപ്പറ്റുള്ളവരാണ്. കുറെ കൂടി മാന്യമായ രീതിയിൽ രാഷ്ട്രീയ ഇടപെടലുകൾ നടത്തുന്ന ആളുകളാണ്. പട്ടാമ്പിയിൽ സേവ് സിപിഐ സംഘടിപ്പിച്ച പരിപാടിക്കിടെ സംഘർഷവും ഉണ്ടായി. പ്രതിഷേധവുമായി CPI പ്രവർത്തകർ വേദിയിലേക്ക് എത്തിയതാണ് സംഘർഷത്തിനിടയാക്കിയത്. VT ബൽറാം പരിപാടി ഉദ്ഘാടനം ചെയ്ത ശേഷമായിരുന്നു സംഘർഷം. പട്ടാമ്പിയിൽ വെള്ളിയാഴ്ച വൈകിട്ട് സേവ് CPI സംഘടിപ്പിച്ച മാനവ സംഗമം വേദിയിലാണ് കയ്യാങ്കളിയും ഉന്തും തള്ളുമുണ്ടായത്. കോൺഗ്രസ് നേതാവ് VT ബൽറാം പരിപാടി ഉദ്ഘാടനം ചെയ്ത ശേഷമാണ് CPI പ്രവർത്തകർ വേദിക്കരികിലേക്ക് എത്തിയത്. തുടർന്ന് വേദിയിൽ കയറുകയും പരിപാടിയുടെ ഫ്ലക്സ് വലിച്ചു കീറുകയും ചെയ്തു. പാർട്ടിയുടെ പേര് ഫ്ലക്സിൽ വെക്കരുതെന്നും സേവ് CPI എന്ന് ഉപയോഗിക്കരുതെന്നും ആവശ്യപ്പെട്ടായിരുന്നു പ്രതിഷേധം. സ്റ്റേജിലേക്ക് കയറിയ പ്രവർത്തകരും സേവ് CPI പ്രവർത്തകരും തമ്മിൽ ഉന്തും തള്ളുമുണ്ടായി. ഇരുചേരിയായി തിരിഞ്ഞ് മുദ്രാവാക്യം വിളിയും അടിപിടിയും നടന്നതോടെ പോലീസ് ഇടപെട്ട് പ്രവർത്തകരെ ബലമായി പിടിച്ചുമാറ്റി. പരിപാടിയിലേക്ക് കോൺഗ്രസ് നേതാവ് VT ബൽറാമിനെ ക്ഷണിച്ചതിനെ തുടർന്ന് നേരത്തെയും പ്രതിഷേധം ഉയർന്നിരുന്നു. പരിപാടിയിൽ സംസാരിച്ച മുൻ CPI നേതാവ് പാലോട് മണികണ്ഠൻ VT ബൽറാമിനെ മാറ്റി നിർത്തേണ്ട നേതാവല്ല എന്നും ഒരുമിച്ച് നിർത്തേണ്ടയാളാണെന്നും പറഞ്ഞു. VT ബൽറാമിന്റെ പ്രസംഗം അവസാനിച്ച ശേഷമാണ് CPI പ്രവർത്തകർ മുദ്രാവാക്യം വിളികളുമായി സ്റ്റേജിലേക്ക് എത്തിയത്. സംഘർഷം നടക്കുമ്പോഴും VT ബൽറാം സ്റ്റേജിലുണ്ടായിരുന്നു. മലയോര മേഖലയായ തിരുവിഴാംകുന്ന് അമ്പലപ്പാറയിലും എടത്തനാട്ടുകര പിലാച്ചോല ഭാഗത്തും കാട്ടാനപ്പേടിയിൽ നാട്ടുകാർ. കഴിഞ്ഞ ദിവസം പിലാച്ചോല ഇടമലയിൽ തമ്പടിച്ച കാട്ടാനകളെ രാത്രിയാണ് വനം വകുപ്പ് മലയിലേക്ക് തുരത്തിയത്. നേരം ഇരുട്ടിയാൽ ആനകളെ പേടിച്ച് പുറത്തിറങ്ങാൻ കഴിയാത്ത അവസ്ഥയാണെന്നും നാട്ടുകാർ പറയുന്നു. വ്യാഴാഴ്ച രാത്രി 8:45
തിരുവിഴാംകുന്ന് അമ്പലപ്പാറ കാപ്പുപറമ്പ് റോഡ് പരിസരത്തിറങ്ങിയ കാട്ടാനകളുടെ ദൃശ്യമാണിത്. ഇവരുടെ ലക്ഷ്യം തിരുവിഴാംകുന്ന് കന്നുകാലി ഗവേഷണ കേന്ദ്രം. അമ്പലപ്പാറ മലയിൽ നിന്നും വീടുകൾക്കിടയിലൂടെ തിരുവിഴാംകുന്ന് അമ്പലപ്പാറ റോഡ് മുറിച്ചു കടന്നാണ് ആനകൾ പോകുന്നത്. തിരിച്ച് മലയിലേക്കുള്ള യാത്രയും ഈ വഴി തന്നെ. ഏതു നേരത്ത് ആനകൾ വരുമെന്നോ പോകുമെന്നോ അറിയില്ല. നേരമിരുട്ടിയാൽ ആനകളെ പേടിച്ച് വീടിന് പുറത്തിറങ്ങാൻ കഴിയാത്ത സ്ഥിതി. വെള്ളിയാഴ്ച പുലർച്ചെ 4 ആനകളാണ് വട്ടമല ഭാഗത്തു നിന്നും ജനവാസ മേഖലയിലൂടെ എടത്തനാട്ടുകര കരുവാരക്കുണ്ട് റോഡ് മുറിച്ച് ഇടമലയിലെത്തിയത്. ഇതിൽ 2 എണ്ണം 5:30 വന്ന വഴി തന്നെ തിരിച്ചുപോയി. 2 എണ്ണം പോയില്ല. ചുറ്റും വീടുകളുള്ള ഭാഗമാണ് ഇടമല. ഇവിടെ ആനകൾ തമ്പടിച്ചത് ജനങ്ങളെ ഏറെ ഭീതിയിലാക്കിയിരുന്നു. വനം വകുപ്പ് ഉന്നത ഉദ്യോഗസ്ഥരും 100ഓളം വരുന്ന മറ്റ് വനം വകുപ്പ് ജീവനക്കാരും ചേർന്ന് മലയ്ക്ക് ചുറ്റും നിന്ന് ജനങ്ങൾക്ക് സംരക്ഷണം ഒരുക്കുകയായിരുന്നു. ആനകളെ മലകയറ്റാൻ നടത്തിയ ആദ്യ ശ്രമം വിജയിച്ചില്ല. ഒടുവിൽ വെള്ളിയാഴ്ച രാത്രിയോടെയാണ് ശ്രമം ഫലം കണ്ടത്. ആനകളെ പറയമ്മാട് ഭാഗത്തെ മലയിലേക്കാണ് കയറ്റിയത്. ആനകൾ കാടിറങ്ങുന്നത് തടയാൻ വനം വകുപ്പ് വിവിധ കാര്യങ്ങൾ ചെയ്യുന്നുണ്ടെങ്കിലും വ്യത്യസ്ത മാർഗങ്ങൾ കണ്ടെത്തി പുതിയ വഴികളിലൂടെ ആനകൾ ജനവാസ മേഖലകളിലേക്ക് എത്തുന്ന സാഹചര്യമാണുള്ളത്. കാരാകുറിശി പഞ്ചായത്തിലെ ചുള്ളിമുണ്ടയിൽ CPM-ൽ നിന്നും കൂട്ടരാജി. 35 കുടുംബങ്ങൾ മുസ്ലിം ലീഗിൽ ചേർന്നു. അംഗത്വ വിതരണം N. ഷംസുദ്ദീൻ MLA ഉദ്ഘാടനം ചെയ്തു. കാലങ്ങളായി CPM-ൽ പ്രവർത്തിച്ചിരുന്ന കുടുംബങ്ങളാണ് പാർട്ടി വിട്ട് ലീഗിൽ ചേർന്നത്. സാധാരണക്കാരുടെ പാർട്ടിയെന്ന് അവകാശപ്പെടുന്ന CPM-ൽ നിന്നും സാധാരണക്കാരന് നീതി ലഭിക്കില്ലെന്ന തിരിച്ചറിവാണ് തങ്ങൾ പാർട്ടി വിടാൻ കാരണമെന്ന് മുസ്ലിം ലീഗ് അംഗത്വം സ്വീകരിച്ചവർ പറഞ്ഞു. മെമ്പർഷിപ്പ് വിതരണം മുസ്ലിം ലീഗ് സംസ്ഥാന സെക്രട്ടറി N. ഷംസുദ്ദീൻ MLA നിർവഹിച്ചു. ന്യൂനപക്ഷ പിന്നോക്ക ദളിത് ഐക്യം നമ്മുടെ രാജ്യത്ത് എല്ലാ കാലത്തും ഉണ്ടായിട്ടുണ്ട്. ജീവിതത്തിൽ ഭ്രാന്തവൽക്കരിക്കപ്പെട്ടവരാണ് ഈ സമൂഹങ്ങൾ. അതുകൊണ്ട് തന്നെ മറ്റ് സമൂഹങ്ങളുടെ അവകാശങ്ങളിലൊന്നും കൈവെക്കാതെ ഈ ജനവിഭാഗങ്ങളെ നമുക്ക് മുന്നോട്ട് കൊണ്ടുവരാൻ സാധിക്കണം. അതിന് ലീഗിന് കഴിയുന്നുണ്ട്, ലീഗ് അതിനുവേണ്ടി ശബ്ദിക്കുന്നുണ്ട് എന്ന് മനസ്സിലാക്കിയാണ് ഇവിടെ ചുള്ളിമുണ്ടയിലടക്കമുള്ള ദളിത് പിന്നോക്ക ജനവിഭാഗത്തിൽപ്പെട്ടവർ ലീഗിനോട് കൂടുതൽ എടുക്കുന്നത്. മൻസൂർ തെക്കേതിൽ അധ്യക്ഷത വഹിച്ചു. MM അലി അസ്കർ, സംസ്ഥാന ദളിത് ലീഗ് പ്രസിഡന്റ് EP ബാബു, മുസ്ലിം യൂത്ത് ലീഗ് ദേശീയ വൈസ് പ്രസിഡന്റ് അൻവർ സാദത്ത്, ജില്ലാ യൂത്ത് ലീഗ് ജനറൽ സെക്രട്ടറി റിയാസ് നാലകത്ത്, അബ്ബാസ് കുറ്റിയോട്, രവി വാഴമ്പുറം, PM സിദ്ദിഖ് തുടങ്ങിയവർ പ്രസംഗിച്ചു. മണ്ണാർക്കാട് ആനമൂളി വനത്തിൽ റോഡ് നിർമ്മിക്കാനായി നികത്തിയ ചോലകൾ പൂർവ്വസ്ഥിതിയിലാക്കി. നാട്ടുകാരുടെ ആവശ്യത്തെ തുടർന്നാണ് പ്ലാന്റേഷൻ കോർപ്പറേഷൻ മുൻകൈയെടുത്ത് ചോലകൾ പൂർവ്വസ്ഥിതിയിലാക്കിയത്. പ്ലാന്റേഷൻ കോർപ്പറേഷന്റെ മുറിച്ച കശമാവുകൾ കൊണ്ടുപോകാനാണ് ചോലകൾ നികത്തിയ താൽക്കാലിക റോഡുകൾ നിർമ്മിച്ചിരുന്നത്. ഇതിനെതിരെ പ്രദേശവാസികളിൽ നിന്ന് ശക്തമായ എതിർപ്പാണ് ഉയർന്നിരുന്നത്. മഴ പെയ്താൽ ചോലകൾ ഗതിമാറി ഒഴുകി ആദിവാസി ഉന്നതിയിലെയും താഴ്ഭാഗത്തെയും വീടുകൾക്ക് ഭീഷണിയാകുമെന്ന ആശങ്കയാണ് പ്രദേശവാസികൾ പങ്കുവച്ചിരുന്നത്. വനം വകുപ്പിൽ നിന്ന് പ്ലാന്റേഷൻ കോർപ്പറേഷൻ പാട്ടത്തിനെടുത്ത സ്ഥലത്തെ പറങ്കിമാവുകളാണ് മൂപ്പെത്തിയതിനെ തുടർന്ന് മുറിച്ചു മാറ്റുന്നത്. ഈ മരങ്ങൾ കൊണ്ടുപോകാൻ വനത്തിനുള്ളിലേക്ക് ഒരു ലോറി എത്തിക്കുന്നതിനാണ് ചോലകൾ നിരത്തി റോഡ് നിർമ്മിച്ചിരുന്നത്. മഴക്കാലത്ത് പുഴ പോലെ വെള്ളത്തിന്റെ കുത്തൊഴുക്കുള്ള ചോലകൾ മണ്ണുമാന്തി, ട്രാക്ടർ, ഹിറ്റാച്ചി തുടങ്ങിയ വാഹനങ്ങൾ ഉപയോഗിച്ച് നികത്തിയാണ് റോഡ് നിർമ്മിച്ചിരുന്നത്. 35 വീടുകളിലായി 50 കുടുംബങ്ങൾ താമസിക്കുന്ന ആനമുളി ഉന്നതിയുടെ മുകൾ ഭാഗത്താണ് ഇത്തരത്തിൽ നികത്തിയിരുന്നത്. ഇതിനെതിരെ പ്രദേശവാസികളുടെ പ്രതിഷേധം ഉയർന്ന സാഹചര്യത്തിലാണ് നികത്തിയ ചോലകൾ പൂർവ്വസ്ഥിതിയിലാക്കിയത്. നികത്തിയ ചോലകൾ പഴയതുപോലെ ആക്കിയെങ്കിലും മഴ പെയ്താൽ എന്താവും സ്ഥിതിയെന്ന് കണ്ടറിയണമെന്നാണ് നാട്ടുകാരുടെ ആശങ്ക. ഒരിടവേള. വാർത്തകൾ തുടരുന്നു. സംസ്ഥാന കായിക വകുപ്പിന്റെ നേതൃത്വത്തിൽ മന്ത്രി V. അബ്ദുറഹ്മാൻ നയിക്കുന്ന ലഹരി വിരുദ്ധ സന്ദേശയാത്രയ്ക്ക് ഒറ്റപ്പാലത്ത് സ്വീകരണം നൽകി. കിക്ക് ഡ്രഗ്സ് എന്ന പേരിലാണ് ലഹരി വിരുദ്ധ സന്ദേശയാത്ര നടത്തുന്നത്. മെയ് 5-ന് കാസർഗോഡ് നിന്നാണ് ലഹരി വിരുദ്ധ സന്ദേശയാത്രയ്ക്ക് തുടക്കമായത്. 14 ജില്ലകളിലൂടെ സഞ്ചരിച്ച് 22-ന് എറണാകുളത്ത് യാത്രയ്ക്ക് സമാപനമാകും. ഒറ്റപ്പാലത്തെത്തിയ യാത്രയ്ക്ക് വൻ സ്വീകരണമാണ് നൽകിയത്. വിവിധ സ്കൂളുകളിലെ വിദ്യാർത്ഥികളെയും NCC, സ്കൗട്ട് ആൻഡ് ഗൈഡ്സ് വിദ്യാർത്ഥികളെയും കൗൺസിലർമാരെയും പൊതുജനങ്ങളെയും ഉൾപ്പെടുത്തിക്കൊണ്ട് വാക്കത്തോൺ നടത്തി. P. മമ്മിക്കുട്ടി MLA വാക്കത്തോൺ ഫ്ലാഗ് ഓഫ് ചെയ്തു. മായന്നൂർ പാലത്തിന് സമീപത്ത് നിന്നും ആരംഭിച്ച വാക്കത്തോൺ നഗരം ചുറ്റി മാർക്കറ്റ് ഷോപ്പിംഗ് കോംപ്ലക്സിന് സമീപം അവസാനിച്ചു. തുടർന്ന് നടന്ന സ്വീകരണ യോഗത്തിൽ MLA-മാരായ P. മമ്മിക്കുട്ടി, K. പ്രേംകുമാർ തുടങ്ങിയവരും സംസാരിച്ചു. ആശങ്കപ്പെടുത്തിക്കൊണ്ടിരിക്കുന്ന വിപത്തായ ലഹരിക്കെതിരായിട്ടുള്ള
വലിയ പ്രചാരവേലയുടെ ഭാഗമായിട്ടാണ് എല്ലാ വകുപ്പിൻ്റെയും പങ്കാളിത്തത്തോടുകൂടി കോളേജുകൾ, സ്കൂളുകൾ, അതുപോലെയുള്ള സംവിധാനങ്ങൾ, ക്ലബ്ബുകൾ, വായനശാലകളെല്ലാം അണിനിരത്തിക്കൊണ്ട് ഒരു വിപുലമായ പ്രചരണ പരിപാടി സംഘടിപ്പിച്ചു. മനുഷ്യരിലേക്കും സാമൂഹ്യ ബോധത്തിൻ്റെ നന്മയുടെ സന്ദേശം എത്തിക്കുന്ന യാത്രയാണ്. ഈ യാത്രയിൽ സംസ്ഥാന സ്പോർട്സ് കൗൺസിലിൻ്റെ ഭാരവാഹികളും സ്റ്റാൻഡിംഗ് കമ്മിറ്റി അംഗങ്ങളും ഉൾപ്പെടെ ജനപ്രതിനിധികളും അതുപോലെ തന്നെ വിവിധ തലത്തിലുള്ള പോലീസ്, എക്സൈസ്, LSGD, എഡ്യൂക്കേഷൻ ഡിപ്പാർട്ട്മെന്റ് ഉൾപ്പെടെയുള്ള വകുപ്പിലെ ഉദ്യോഗസ്ഥരും എല്ലാം പങ്കെടുത്തുകൊണ്ടാണ് ഈ പരിപാടികൾ നടത്തുന്നത്. മണ്ഡലങ്ങൾക്കുള്ള സ്പോർട്സ് കിറ്റുകളുടെ വിതരണവും വേദിയിൽ നടന്നു. കൂടാതെ ലഹരിക്കെതിരായുള്ള വിവിധ കലാപരിപാടികളും അരങ്ങേറി. ഒറ്റപ്പാലം നഗരസഭാ ചെയർപേഴ്സൺ കെ ജാനകി ദേവി, ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് ശോഭന രാജേന്ദ്ര പ്രസാദ്, ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റുമാരായ പി ശാസ്തകുമാർ, പി ചന്ദ്രൻ, ഒറ്റപ്പാലം AEO ശാന്തകുമാരി, സംസ്ഥാന സ്പോർട്സ് കൗൺസിൽ പ്രസിഡന്റ് U ഷറഫ് അലി, വൈസ് പ്രസിഡന്റ് MR അജിത്ത്, ദേശീയ ബോക്സിംഗ് താരം രേഖ തുടങ്ങിയവരും സ്വീകരണ യോഗത്തിലും വക്കത്തോണിലും പങ്കെടുത്തു. SSLC പരീക്ഷയിൽ മണ്ണാർക്കാട് വിദ്യാഭ്യാസ ജില്ലയിൽ 99.61% വിജയം. 1100 കുട്ടികൾ സമ്പൂർണ്ണ A+ നേടി. 332 ആൺകുട്ടികളും 768 പെൺകുട്ടികളുമാണ് മുഴുവൻ വിഷയങ്ങളിലും A+ നേടിയത്. ആകെ 43 സ്കൂളുകളിൽ 28 സ്കൂളുകളിലും 100% വിജയമാണ്. വിദ്യാഭ്യാസ ജില്ലയിൽ കൂടുതൽ വിദ്യാർത്ഥികളെ പരീക്ഷയ്ക്കിരുത്തി സമ്പൂർണ്ണ വിജയം നേടി മണ്ണാർക്കാട് MES ഹയർ സെക്കൻഡറി സ്കൂൾ മുൻനിരയിലെത്തി. 840 കുട്ടികൾ പരീക്ഷ എഴുതിയാൽ 100 കുട്ടികൾ സമ്പൂർണ്ണ A+ നേടി. 86 സമ്പൂർണ്ണ A+ഓടെ 100% വിജയവുമായി DHSS നെല്ലിപ്പുഴയും മുൻനിരയിലുണ്ട്. 55 A+മായി തച്ചമ്പാറ ദേശബന്ധു, 49 A+മായി മണ്ണാർക്കാട് MET, 19 A+മായി കുമരപുത്തൂർ കല്ലടി, കരിമ്പ GHSS പൊറ്റശ്ശേരി, GTHSS ഷോളയൂർ, GHSS വടശ്ശേരിപ്പുറം, GHSS നെച്ചുള്ളി, കാർമൽ പാലക്കയം, MRS അട്ടപ്പാടി, മണ്ണാർക്കാട് യൂണിവേഴ്സൽ, GTHSS പുതൂർ, INICHSS നാട്ടുകൽ, ചങ്ങലേരി ഇർഷാദ് ഹൈസ്കൂൾ തുടങ്ങിയ മണ്ണാർക്കാട്ടെ പ്രധാന സ്കൂളുകളെല്ലാം 100% വിജയം നേടി. പ്രസിദ്ധമായ തൂത ഭഗവതി ക്ഷേത്രത്തിലെ കാളവേല പൂരം മെയ് 12, 13 തീയതികളിൽ ആഘോഷിക്കും. ഉത്സവത്തിന്റെ എല്ലാ ഒരുക്കങ്ങളും പൂർത്തിയായതായി പൂരാഘോഷ കമ്മിറ്റി ഭാരവാഹികൾ വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു. ഏപ്രിൽ 14 വിഷുദിനത്തിൽ കൊടിയേറിയ തൂത ഭഗവതി ക്ഷേത്രത്തിലെ പൂരാഘോഷങ്ങൾക്ക് മെയ് 13 സമാപനമാകും. മെയ് 12 പ്രസിദ്ധമായ കാളവേലയും 13 പൂരവും ആഘോഷിക്കും. മെയ് 12 നടക്കുന്ന കാളവേല ആഘോഷത്തിൽ വിവിധ കമ്മിറ്റികളിൽ നിന്നായി 45 ഇണക്കാളകൾ തൂത ഭഗവതിയുടെ തിരുസന്നിധിയിലെത്തും. 13 നടക്കുന്ന പൂരാഘോഷത്തിൽ A, B വിഭാഗങ്ങളിൽ നിന്നായി 30 ഗജവീരന്മാരും അണിനിരക്കും. പൂരാഘോഷവുമായി ബന്ധപ്പെട്ട് ക്ഷേത്രത്തിൽ കഴിഞ്ഞ ഒരു മാസക്കാലമായി വിവിധ അനുബന്ധ പരിപാടികളും നടന്നുവരുന്നുണ്ട്. പൂരാഘോഷവുമായി ബന്ധപ്പെട്ട എല്ലാ ഒരുക്കങ്ങളും പൂർത്തിയായതായി ആഘോഷ കമ്മിറ്റി പ്രസിഡന്റ് C. അനന്തനാരായണൻ, സെക്രട്ടറി സാജൻ PV, ചീഫ് കോർഡിനേറ്റർ P. സുബീഷ്, ജോയിന്റ് ട്രഷറർ P. ജയൻ, വൈസ് പ്രസിഡന്റുമാരായ M. മനോജ് കുമാർ, V. കൃഷ്ണദാസ് എന്നിവർ വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു. ഈ ചൊവ്വാഴ്ച മെയ് 13 ചൊവ്വാഴ്ചയാണ് വിശ്വപ്രസിദ്ധമായ തൂതപൂരം ഈ വർഷം ഏറ്റവും നല്ല രീതിയിൽ കൊണ്ടാടണം എന്നുള്ള ആഗ്രഹത്തോടെയാണ് പൂരാഘോഷ കമ്മിറ്റി പ്രവർത്തിച്ചു വരുന്നത്. അതിൻ്റെ ഭാഗമായിട്ട് തന്നെ ഒരുപാട് പ്രത്യേകതകൾ ഈ വർഷത്തെ പൂരത്തിനുണ്ട്. തൂതപൂരത്തിൻ്റെ ചരിത്രത്തിൽ തന്നെ ആദ്യമായി 2 വിഭാഗവും നിലപ്പന്തൽ ഈ വർഷം ഒരുക്കുന്നുണ്ട്. A വിഭാഗവും B വിഭാഗവും. അതിൽ B വിഭാഗത്തിൻ്റെ പന്തൽ 80 അടിയോളം ഉയരം വരുന്ന പന്തലാണ് B വിഭാഗം ഒരുക്കുന്നത്. ആ B വിഭാഗത്തിൽ തന്നെ ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്ന ഓപ്പറേഷൻ സിന്ദൂറിന് ഐക്യദാർഢ്യം പ്രഖ്യാപിച്ചുകൊണ്ടുള്ള പല ടാബ്ലുകളും അതിൽ വരുന്നുണ്ട്, അല്ലെങ്കിൽ പ്രദർശിപ്പിക്കുന്നുണ്ട്. ആ രീതിയിലുള്ള പന്തലാണ്. അതുപോലെ തന്നെ വിവിധ പ്രദേശങ്ങളിൽ നിന്ന് വരുന്ന പൂരപ്രേമികൾക്ക് അവർക്ക് കൃത്യമായി സുരക്ഷിതത്തോടുകൂടി പൂരം ആസ്വദിക്കുന്നതിന് വേണ്ട സൗകര്യങ്ങൾ നേരത്തെ സൂചിപ്പിച്ചതുപോലെ സ്ത്രീ പവലിയൻ ഉൾപ്പെടെ, അതിൽ സ്ത്രീ പവലിയനിലെ കുടിവെള്ളം, ലഘുഭക്ഷണം ഉൾപ്പെടെ, അതായത് അവിടെ വരുന്ന സ്ത്രീകൾക്ക് ലഘുഭക്ഷണം ഉൾപ്പെടെ നമ്മൾ അതിനുള്ളിൽ തയ്യാറാക്കി കൊടുക്കുന്നുണ്ട്. അതുപോലെ തന്നെ ക്ഷേത്രത്തിൻ്റെ പൂരപ്പറമ്പിൻ്റെ വിവിധ ഭാഗങ്ങളിൽ നിന്ന് കാണുന്നതിന് പൂരം ആസ്വദിക്കുന്നതിന് വേണ്ടി LED വാൾ സൗകര്യം, ആനകളെ ബാരിക്കേഡ് കെട്ടി ആനകളുടെ അടുത്തേക്ക് പൊതുജനങ്ങളുമായിട്ടുള്ള സമ്പർക്കം കുറയ്ക്കുന്നതിന് അത്തരത്തിൽ പോലീസും അതുപോലെ തന്നെ നാട്ടാന പരിപാലന ചട്ടം, വനംവകുപ്പൊക്കെ നൽകുന്ന നിർദ്ദേശങ്ങൾ അനുസരിച്ച് എല്ലാ സൗകര്യങ്ങളും നമ്മൾ പൂരപ്പറമ്പിൽ ഒരുക്കിയിട്ടുണ്ട്. പരമാവധി എല്ലാ വിധത്തിലുള്ള തയ്യാറെടുപ്പുകളും പൂരാഘോഷ കമ്മിറ്റി ഈ കാര്യവുമായി ഒരുക്കിയിട്ടുണ്ട്. അതുപോലെ
നമ്മുടെ ക്ഷേത്രവുമായി ബന്ധപ്പെട്ട് ഏപ്രിൽ 14 മുതൽ എല്ലാ ദിവസവും പരിപാടികളാണ്. എല്ലാ ദിവസവും പ്രോഗ്രാമുകൾ ഇപ്പോഴും നടന്നുകൊണ്ടിരിക്കുകയാണ്. ഏപ്രിൽ 14 മുതൽ ഈ കാളവേല ദിവസം വരെ വിപുലമായ പരിപാടികൾ, നൃത്തനൃത്യങ്ങൾ, മറ്റു പരിപാടികൾ, കളരിപ്പയറ്റ് പ്രദർശനം തുടങ്ങിയ പരിപാടികളുമായി തന്നെ വളരെ ഗംഭീരമായി തന്നെ ഈ വർഷത്തെ പൂരാഘോഷിക്കാൻ എല്ലാവരുടെയും പിന്തുണ ഞങ്ങൾ അഭ്യർത്ഥിക്കുകയാണ്. തൂത പൂരാഘോഷത്തിന് വിപുലമായ പരിപാടികളുമായി എ വിഭാഗം എത്തും. എക്കാലത്തെയും മികച്ച ഒരുക്കങ്ങളാണ് ഇത്തവണ നടത്തിയിട്ടുള്ളതെന്ന് എ വിഭാഗം ഭാരവാഹികൾ വാർത്താസമ്മേളനത്തിൽ പറഞ്ഞു. 14 ദേശങ്ങളുടെ കൂട്ടായ്മയാണ് തൂത പൂരാഘോഷത്തിലെ എ വിഭാഗം. കേരളത്തിൽ മുൻപന്തിയിൽ നിൽക്കുന്ന ഗജവീരന്മാരെ അണിനിരത്തി ആചാരങ്ങൾക്ക് അനുസൃതമായി ചിട്ടയോടെ ക്രമപ്പെടുത്തിയതുമായ എഴുന്നള്ളിപ്പ്, മേള, വാദ്യ വിസ്മയങ്ങളും കുടമാറ്റവും എ വിഭാഗത്തിൻ്റെ പൂരാഘോഷങ്ങൾക്ക് മാറ്റുകൂട്ടും. മെയ് 11 വൈകിട്ട് 5 മണിക്ക് എ വിഭാഗത്തിൻ്റെ നിലപ്പന്തൽ ഉദ്ഘാടനം നഗരസഭാ ചെയർമാൻ പി രാമചന്ദ്രൻ നിർവഹിക്കും. 2018 മുതൽ നടന്നുവരുന്ന ആനച്ചമയ പ്രദർശനം ഇത്തവണയും കാറൽമണ്ണ തിരുമുല്ലപ്പള്ളി ക്ഷേത്രം ഓഡിറ്റോറിയത്തിൽ മെയ് 12 രാവിലെ 9 മണി മുതൽ ആരംഭിക്കും. മെയ് 13 രാവിലെ 10 മണി മുതൽ ആനപ്പന്തലിൽ കല്ലൂർ ഉണ്ണികൃഷ്ണന്മാരാരുടെ പ്രമാണത്തിൽ പഞ്ചാരിമേളവും ആനപ്പൂരവും അരങ്ങേറുമെന്നും എ വിഭാഗം കമ്മിറ്റി ഭാരവാഹികൾ വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു. മുല്ലപ്പള്ളി മഹാദേവ ക്ഷേത്ര ഓഡിറ്റോറിയത്തിൽ രാഗരത്നം ശ്രീ മണ്ണൂർ രാജകുമാരനുണ്ണി ഔപചാരികമായി ഉദ്ഘാടനം ചെയ്യും. ആ പരിപാടിയിൽ വിശിഷ്ട വ്യക്തിയായിട്ട് മുൻ മലബാർ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് എൻ.മാൻ മുരളി, ചെർപ്പശ്ശേരി മുനിസിപ്പാലിറ്റിയിലെ കാർമണ്ണ മേഖലയിലെ മുഴുവൻ വിവിധ രാഷ്ട്രീയ പാർട്ടികളെ പ്രതിനിധീകരിക്കുന്ന കൗൺസിലർമാർ, അതേപോലെ തന്നെ കലാകാരന്മാർ, ഒട്ടനവധി ആളുകൾ പങ്കെടുക്കുന്ന ഒരു വലിയ ജനകീയ സദസ്സ്, സാംസ്കാരിക സദസ്സ് അവിടെ 9:30 മണിക്ക് തിരുമുല്ലപ്പള്ളി ക്ഷേത്ര മഹാദേവ ക്ഷേത്ര ഓഡിറ്റോറിയത്തിൽ അരങ്ങേറും. കമ്മിറ്റി പ്രസിഡന്റ് ഇലഞ്ഞിക്കൽ മുരളി, സെക്രട്ടറി കെ രാജു, വൈസ് പ്രസിഡന്റുമാരായ വി ഹരിദാസ്, പി ജയൻ, രക്ഷാധികാരികളായ അജിത് കുമാർ, ഹരിദാസൻ മണ്ണിങ്ങൽ, കിങ്ങിണി ബാബു തുടങ്ങിയവർ വാർത്താസമ്മേളനത്തിൽ പങ്കെടുത്തു. മണ്ണാർക്കാട് ഹോളി സ്പിരിറ്റ് ഫെറോന ദേവാലയത്തിന്റെ സുവർണ ജൂബിലി ഞായറാഴ്ച സമാപിക്കും. സുവർണ ജൂബിലിയോടൊപ്പം ആഘോഷിക്കുന്ന തിരുനാൾ ആഘോഷങ്ങളുടെ ഭാഗമായി ടൗണിൽ ആയിരങ്ങൾ പങ്കെടുത്ത പ്രദക്ഷിണം നടത്തി. പെരുമ്പാടി ഹോളി സ്പിരിറ്റ് ഫെറോന ദേവാലയത്തിന്റെ സുവർണ ജൂബിലി ആഘോഷങ്ങളുടെ ഭാഗമായി ശനിയാഴ്ച രാവിലെ ആഘോഷമായ തിരുനാൾ കുർബാനയ്ക്ക് വൈദികരായ ജോയ്സൺ ആക്കപ്പറമ്പിൽ, റെനി കാഞ്ഞിരത്തെങ്കൽ, ജയ്മോൻ പള്ളിനീരാക്കൽ, ജിബിൻ പുലവലിൽ എന്നിവർ കാർമ്മികരായി. വൈകിട്ട് 4 മണിക്ക് മണ്ണാർക്കാട് ടൗൺ കുരിശുപള്ളിയിലേക്ക് നടത്തിയ പ്രദക്ഷിണത്തിൽ ആയിരങ്ങളാണ് പങ്കെടുത്തത്. രാത്രി 7 മണിക്ക് കുരിശിന്റെ ആശീർവാദത്തിന് ഫാദർ സുജി ജോൺ കാർമ്മികനായി. വാദ്യമേളങ്ങൾ, ആകാശവിസ്മയം എന്നിവ നടത്തി. ഞായറാഴ്ചയാണ് സുവർണ ജൂബിലി സമാപന സമ്മേളനം. ഉച്ചയ്ക്ക് 2 മണിക്ക് പാലക്കാട് രൂപത അധ്യക്ഷൻ പീറ്റർ കൊച്ചുപുരയ്ക്കലിന് സ്വീകരണം നൽകും. 2:30 ആഘോഷമായ സുവർണ ജൂബിലി കുർബാനയ്ക്ക് മാർ പീറ്റർ കൊച്ചുപുരയ്ക്കൽ കാർമ്മികത്വം വഹിക്കും. ആയിരക്കണക്കിന് വിശ്വാസികൾ കുർബാനയിൽ പങ്കെടുക്കും. 4:30 നടക്കുന്ന പൊതുസമ്മേളനം പാലക്കാട് MP VK ശ്രീകണ്ഠൻ ഉദ്ഘാടനം ചെയ്യും. രാത്രി 7 തച്ചൻ നാടകം അരങ്ങേറും. കഥകളി ആചാര്യൻ കലാമണ്ഡലം കുട്ടിക്കൃഷ്ണന്റെ 60ാം പിറന്നാൾ ആഘോഷം ശ്രീകൃഷ്ണപുരത്ത് വിപുലമായി നടത്തി. കൃഷ്ണാർപ്പണം എന്ന പേരിൽ സംഘടിപ്പിച്ച മെഗാ പുറപ്പാടിൽ അണിനിരന്ന് 60 ശിഷ്യർ. ശ്രീകൃഷ്ണപുരം ഹയർ സെക്കൻഡറി സ്കൂൾ മൈതാനത്താണ് പരിപാടി നടന്നത്. കഥകളി ആചാര്യൻ കലാമണ്ഡലം കുട്ടിക്കൃഷ്ണന്റെ 60ാം പിറന്നാൾ ആഘോഷം കൃഷ്ണാർപ്പണം എന്ന പേരിലാണ് നടത്തിയത്. കെ പ്രേംകുമാർ MLA പരിപാടി ഉദ്ഘാടനം ചെയ്തു. കഥകളി കേരളം ലോകത്തിന് സമ്മാനിച്ചിട്ടുള്ള ഏറ്റവും മികച്ച ഒരു ക്ലാസിക്കൽ കലാരൂപമാണ് എന്ന് നമുക്കെല്ലാം അറിയാം. പലയിടത്തും നമ്മുടെ നാടിനെ അടയാളപ്പെടുത്തുന്നത് സർക്കാരുകൾ, വിശേഷിച്ച് ഡൽഹിയിലെല്ലാം നടക്കുന്ന സംസ്ഥാനത്തിൻ്റെ ഘോഷയാത്രയിലെല്ലാം മുഖമായി
മുന്നോട്ട് വയ്ക്കുന്നത് കഥകളിയെയാണ്. കഥകളി മലയാളികളുടെ മുദ്രയായി കൂടി അഭിമാനമായി കൂടി മാറിയിട്ടുണ്ട് എന്ന് നമുക്ക് നിശ്ചയമായും പറയാനും സാധിക്കും. ശ്രീകൃഷ്ണപുരം കൃഷ്ണൻകുട്ടി അധ്യക്ഷനായി. KB രാജാനന്ദ്, നെടുമ്പള്ളി അഷ്ടമൂർത്തി നമ്പൂതിരി, കലാമണ്ഡലം കുട്ടിക്കൃഷ്ണൻ, ശ്രീകൃഷ്ണപുരം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് C രാജിക, വൈസ് പ്രസിഡന്റ് M സുകുമാരൻ, സ്വാഗത സംഘം ചെയർമാൻ KC നാരായണൻ, ജയശങ്കർ, KM ജിതേഷ് എന്നിവർ സംസാരിച്ചു. തുടർന്നായിരുന്നു 60 ശിഷ്യർ അണിനിരന്ന മെഗാ പുറപ്പാട് അരങ്ങേറിയത്. ശനിയാഴ്ച തോടയം, സുഹൃത്ത് സംഗമം, ദീപപാലനാട്, മീറ രാംമോഹൻ എന്നിവരുടെ കഥകളി, പദക്കച്ചേരി എന്നിവയും നടന്നു. വൈകിട്ട് 4 നടന്ന പൊതുസമ്മേളനം കലാമണ്ഡലം ഗോപി ഉദ്ഘാടനം ചെയ്തു. കലാമണ്ഡലം ശിവൻ നമ്പൂതിരി വിശിഷ്ടാതിഥിയായി. രാത്രി 7 മുതൽ മഹാഭാരത കഥകൾ കോർത്തിണക്കിയ കഥകളിയും അരങ്ങേറി. വാഹനാപകടത്തിൽ പരിക്കേറ്റ് മോതിരം വിരലിൽ കുടുങ്ങിയ യുവാവിന് രക്ഷകരായി മണ്ണാർക്കാട്ടെ ഫയർ ആൻഡ് റെസ്ക്യൂ ഉദ്യോഗസ്ഥർ. കോട്ടപ്പാടം സ്വദേശി സൈഫുദ്ദീന്റെ വിരലിൽ കുടുങ്ങിയ മോതിരമാണ് ആശുപത്രിയിലെത്തിച്ച് മുറിച്ചുമാറ്റിയത്. ശനിയാഴ്ച രാവിലെയാണ് കോട്ടപ്പാടത്ത് ബൈക്കുകൾ തമ്മിൽ കൂട്ടിയിടിച്ച് സൈഫുദ്ദീന്റെ വിരലിന് പരിക്കേറ്റത്. ഉടൻ തന്നെ മണ്ണാർക്കാട് വട്ടമ്പലം മദർ കെയർ ആശുപത്രിയിലെത്തിച്ചു. വിരലിൽ കുടുങ്ങിപ്പോയ സ്റ്റീൽ മോതിരം മുറിച്ചെടുക്കാനായി ആശുപത്രിയിൽ നിന്ന് വിവരം അറിയിച്ചതിനെ തുടർന്നാണ് അഗ്നിരക്ഷാസേന ആശുപത്രിയിലെത്തിയത്. സുരക്ഷിതമായ മോതിരം മുറിച്ചുമാറ്റിയ ആശ്വാസത്തിലാണ് സൈഫുദ്ദീൻ. സീനിയർ ഫയർ ആൻഡ് റെസ്ക്യൂ ഓഫീസർ ഷിൻഡു, ഫയർ ആൻഡ് റെസ്ക്യൂ ഓഫീസർമാരായ ഷബീർ, ശ്രീജേഷ്, ഷോബിൻ ദാസ് എന്നിവരടങ്ങുന്ന സംഘമാണ് മോതിരം മുറിച്ചുമാറ്റിയത്. ഒറ്റപ്പാലം ചുനങ്ങാട് ഊട്ടുപുര ശിവക്ഷേത്രത്തിൽ പ്രതിഷ്ഠാദിന മഹോത്സവം ഭക്തിനിർഭരമായി. വിവിധ കലാപരിപാടികളും ഉണ്ടായി. രാവിലെ 5 മണിക്ക് ഗണപതി ഹോമത്തോടെയാണ് പ്രതിഷ്ഠാദിന മഹോത്സവത്തിന് തുടക്കമായത്. തുടർന്ന് പനാവൂർ കുട്ടൻ നമ്പൂതിരിയുടെ കാർമ്മികത്വത്തിൽ വിശേഷാൽ പൂജകളും പറവെപ്പും ഉച്ചയ്ക്ക് പ്രസാദൂട്ടും ഉണ്ടായി. രാത്രി 7 മണിക്ക് തിരുവാതിരക്കളി, ക്ലാസിക്കൽ ഡാൻസ്, കുച്ചുപ്പുടി, സെമി ക്ലാസിക്കൽ ഡാൻസ്, സംഗീത വിരുന്ന് തുടങ്ങിയ കലാപരിപാടികളും അരങ്ങേറി. ഒരിടവേള കൂടി. വാർത്തകൾ തുടരുന്നു. ശ്രീകൃഷ്ണപുരം മീഡിയ സെന്ററും ഫൈനൽ കട്ട് ഓൺലൈനും സംയുക്തമായി ഗീതം സംഗീതം എന്ന പേരിൽ ഗാനാലാപന മത്സരം സംഘടിപ്പിക്കുന്നു. ഓൺലൈനായും ഓൺ സ്റ്റേജ് ആയിട്ടുമാണ് പരിപാടികൾ സംഘടിപ്പിക്കുന്നതെന്ന് ഭാരവാഹികൾ വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു. 4 കാറ്റഗറികളിലായാണ് മത്സരം സംഘടിപ്പിക്കുന്നത്. ആദ്യ വിഭാഗം 12 വയസ്സുവരെയുള്ള കുട്ടികൾക്കും, രണ്ടാമത് വിഭാഗം 12 വയസ്സിന് മുകളിലുള്ള കുട്ടികൾ മുതൽ 18 വയസ്സുവരെയും, മൂന്നാമത് വിഭാഗം 18 വയസ്സിന് മുകളിലുള്ളവർ തൊട്ട് 23 വയസ്സുവരെയും, നാലാമത് വിഭാഗം 23 വയസ്സിന് മീതെയുള്ളവർക്കുമായാണ് പരിപാടി സംഘടിപ്പിച്ചിട്ടുള്ളതെന്ന് ഭാരവാഹികൾ അറിയിച്ചു. മെയ് 17-നുള്ളിൽ ഒരു മലയാളം സിനിമാ ഗാനം കരോക്കെ ഇല്ലാതെ മുഴുവനായി ആലപിച്ച വീഡിയോ 90 74 29 47 26 എന്ന വാട്സപ്പ് നമ്പറിലേക്ക് അയക്കുകയും അതിൽ നിന്ന് തിരഞ്ഞെടുക്കുന്ന 4 കാറ്റഗറിയിൽ നിന്നായി 8 പേർ വീതം രണ്ടാം റൗണ്ടിലേക്കും തിരഞ്ഞെടുക്കപ്പെടുകയും അത് ഓൺ സ്റ്റേജ് മത്സരമായി സംഘടിപ്പിക്കുവാനാണ് തീരുമാനിച്ചിട്ടുള്ളത്. അതിൽ നിന്ന് തിരഞ്ഞെടുക്കപ്പെടുന്ന വിജയികൾക്ക് ക്യാഷ് പ്രൈസും മൊമെന്റോ
നൽകുന്നതാണ്. പരിപാടി നമ്മൾ നടത്താൻ ഉദ്ദേശിക്കുന്നത് 27-നകം, മെയ് 27-നകം ആണ് നടത്താൻ ഇപ്പോൾ തീരുമാനിച്ചിരിക്കുന്നത്. താല്പര്യമുള്ളവർ മെയ് 17-നുള്ളിൽ ഒരു മലയാളം സിനിമാ ഗാനം ആലപിച്ച് 9074747226 എന്ന നമ്പറിൽ വാട്സാപ്പ് ചെയ്യണം. ഈ 4 കാറ്റഗറിയിൽ നിന്നായി തിരഞ്ഞെടുക്കുന്ന 8 പേർ വീതം രണ്ടാമത്തെ റൗണ്ടിലേക്ക് തിരഞ്ഞെടുക്കപ്പെടുകയും അത് ഓൺ സ്റ്റേജ് മത്സരമായി സംഘടിപ്പിക്കുകയും ചെയ്യും. മത്സരം നടക്കുന്ന വേദിയും സമയവും തീയതിയും മത്സരാർത്ഥികളെ ഫോൺ മുഖേന അറിയിക്കും. വിജയികൾക്ക് ക്യാഷ് പ്രൈസും മൊമെൻറ്റോയും നൽകും. പ്രവേശന ഫീസ് തികച്ചും സൗജന്യമായിരിക്കും. പങ്കെടുക്കാൻ താൽപ്പര്യമുള്ളവർ 902492947226 എന്ന നമ്പറിൽ ബന്ധപ്പെടേണ്ടതാണെന്നും ഭാരവാഹികളായ സി ഉണ്ണികൃഷ്ണൻ, പി വി ശശിധരൻ, എം കെ നാരായണൻ നമ്പൂതിരി, സി ഗോപാലകൃഷ്ണൻ എന്നിവർ അറിയിച്ചു. ശ്രീകൃഷ്ണപുരം മീഡിയ സെൻറ്ററും ഫൈനൽ കട്ട്സ് ഓൺലൈൻ ചാനലും സംയുക്തമായി ഗീതം സംഗീതം എന്ന പേരിൽ ഒരു സിനിമാ ഗാന മത്സരം സംഘടിപ്പിക്കുകയാണ്. 4 വിഭാഗമായിട്ട് തിരിച്ച് 4 വിഭാഗങ്ങളിലായിട്ടാണ് ഈ മത്സരം സംഘടിപ്പിക്കുന്നത്. 12 വയസ്സിന് താഴെയുള്ള കുട്ടികൾ വിഭാഗം 1-ൽ ഉൾപ്പെടുന്നു. 12 വയസ്സിന് മുകളിൽ അതുപോലെ തന്നെ 18 വയസ്സിന് താഴെ ഉള്ള കുട്ടികൾ രണ്ടാമത്തെ വിഭാഗത്തിൽ ഉൾപ്പെടുന്നു. 18 വയസ്സിന് മുകളിൽ അതുപോലെ തന്നെ 23 വയസ്സിന് താഴെ ഉള്ള കുട്ടികൾ 3-ാമത്തെ വിഭാഗത്തിൽ ഉൾപ്പെടുന്നു. 23 വയസ്സിന് മുകളിലും 40 വയസ്സ് വരെയുള്ള കുട്ടികൾ 4-ാമത്തെ വിഭാഗത്തിൽ ഉൾപ്പെടുന്നു. ഇനി ഷോർട്ട് ന്യൂസ്. കടമ്പഴിപ്പുറം കൊല്യാനി കുളക്കാട്ടുകുറിശി റോഡിന്റെ ശോചനീയാവസ്ഥ പരിഹരിക്കണമെന്നാവശ്യപ്പെട്ടുകൊണ്ട് BJP കടമ്പഴിപ്പുറം ഏരിയ കമ്മിറ്റി റോഡ് ഉപരോധിച്ചു. മണ്ഡലം പ്രസിഡന്റ് കെ നിഷാദ് ഉദ്ഘാടനം ചെയ്തു. രവി കമ്പപ്പറമ്പിൽ അധ്യക്ഷത വഹിച്ചു. സന്തോഷ് പുത്തൻ വീട്ടിൽ, N സച്ചിദാനന്ദൻ, വിജയൻ മലയിൽ, T സുബ്രഹ്മണ്യൻ, രവി നരിയമ്പാടം തുടങ്ങിയവർ പങ്കെടുത്തു. ഒരുപാട് പേരുടെ വിവിധ മേഖലയിലേക്ക് പോകാനുള്ള ഒരു പ്രധാനപ്പെട്ട വഴിയാണ് ഈ റോഡ്. ഭാരതീയ ജനതാ പാർട്ടി ഒരിക്കലും ആഗ്രഹിക്കാത്തതാണ് ജനങ്ങളുടെ സഞ്ചാര യോഗ്യം തടഞ്ഞുകൊണ്ട് ഉള്ള ഒരു സമരം നമ്മൾ ആഗ്രഹിക്കാത്തത്. പക്ഷെ അധികാരികളുടെ കണ്ണു തുറക്കുന്നതിന് വേണ്ടി ഇത്തരത്തിലുള്ള സമരപാതകൾ പലപ്പോഴും നമ്മൾ ഏറ്റെടുക്കേണ്ടി വരികയാണ്. സംസ്കൃതം DRG പരിശീലനത്തിന്റെ ഭാഗമായി സംസ്കൃതം അധ്യാപകരുടെ നേതൃത്വത്തിൽ കടമ്പഴിപ്പുറത്ത് ലഹരി വിരുദ്ധ ബോധവൽക്കരണ റാലി സംഘടിപ്പിച്ചു. ശ്രീകൃഷ്ണപുരം പോലീസ് സബ് ഇൻസ്പെക്ടർ ശ്രീലാൽ ഉദ്ഘാടനം നിർവഹിച്ചു. BPC NP പ്രിയേഷ് അധ്യക്ഷനായി. പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് കല്ലടി ശ്രീലത, SRG അംഗം ഡോക്ടർ അശ്വതി ഗോപിനാഥ്, സുനിൽ കുമാർ, B പ്രമോദ്, വിജു മുരളീധരൻ എന്നിവർ സംസാരിച്ചു. അധ്യാപകരുടെ ഫ്ലാഷ് മോബ്, ഓട്ടംതുള്ളൽ, കവിതാലാപനം തുടങ്ങിയ പരിപാടികളും ഉണ്ടായി. വാണിജ്യ വാർത്തകൾ. നെസ്റ്റോ ഹൈപ്പർ മാർക്കറ്റിൽ മാംഗോ ഫെസ്റ്റിവലിന് തുടക്കമായി. 20-ൽ പരം വ്യത്യസ്ത ഇനം മാങ്ങകളും മാങ്ങകൾ കൊണ്ടുള്ള വ്യത്യസ്തമായ വിഭവങ്ങളുമാണ് ഫെസ്റ്റിവലിലുള്ളത്. നെസ്റ്റോ ഹൈപ്പർ മാർക്കറ്റിലെത്തിയാൽ വ്യത്യസ്തമായ മാംഗോ മധുരം നുകരാം. മാംഗോ ഡേയ്സ് മാംഗോ ഫെസ്റ്റിവൽ നെസ്റ്റോയിൽ ആരംഭിച്ചു. നെസ്റ്റോ ഹൈപ്പർ മാർക്കറ്റ് പെരിന്തൽമണ്ണയിൽ ഓപ്പൺ ആയിട്ട് ഇന്നേക്ക് 25 ദിവസം തികയാണ്. അതിനോടനുബന്ധിച്ച് കസ്റ്റമർക്ക് വേണ്ടി നമ്മൾ മാംഗോ ഡേയ്സ് എന്ന പേരിൽ ഒരു മാമ്പഴ ഫെസ്റ്റിവൽ ഇവിടെ നടത്താൻ തീരുമാനിച്ചിട്ടുണ്ടായിരുന്നു. അതിൻ്റെ ഇനോഗ്രേഷനാണ് ഇപ്പോൾ നടന്നത്. 20ഓളം വെറൈറ്റി മാംഗോകളും മാംഗോവായ അനുബന്ധപ്പെട്ട സാധനങ്ങളാണ് ഈ ഫെസ്റ്റിവലിലുള്ളത്. അപ്പോൾ പെരിന്തൽമണ്ണയിലെ മുഴുവൻ ജനങ്ങളെയും നമ്മൾ ഈ മാംഗോ ഫെസ്റ്റിവലിലേക്ക് സ്വാഗതം ചെയ്യുക. നമ്മുടെ ഈ മാംഗോ ഫെസ്റ്റ് മെയ് 10th മുതലേക്ക് മെയ് 18th വരേക്കുമാണ് നമ്മൾ പ്ലാൻ ചെയ്തിട്ടുള്ളത്.
ഇത് കേരളത്തിലുള്ള നമ്മുടെ 12 സ്റ്റോറുകളിലും ഈ മാംഗോ ഫെസ്റ്റ് അവൈലബിൾ ആണ്. ഓക്കെ, ഒരുപാട് വെറൈറ്റി മാംഗോസ് കസ്റ്റമേഴ്സിന് ഇഷ്ടപ്പെടുന്ന രീതിയിലുള്ള ചൂസ് ചെയ്യാൻ പറ്റുന്ന നല്ല ക്വാളിറ്റിയോട് കൂടിയിട്ടുള്ള വെറൈറ്റി ആയിട്ടുള്ള സാധനങ്ങളാണ് നമ്മളിവിടെ ഡെമോൺസ്ട്രേറ്റ് ചെയ്തിരിക്കുന്നത്. കൂടാതെ ഈ ഒരു മാംഗോ ഫെസ്റ്റ് ഇതിനകത്ത് മാത്രം നിൽക്കുന്നതല്ല, ഫ്രഷ് ആൻഡ് ഫ്രൂട്ട് വെജിറ്റബിളിൽ മാത്രം നിൽക്കുന്നതല്ല, എല്ലാ കാറ്റഗറിക്കകത്തും നമ്മുടെ ഫ്രൂട്ട് ആൻഡ് വെജിറ്റബിൾ, അതുപോലെ തന്നെ നമ്മുടെ ഹോട്ട് ഫുഡ് സെക്ഷൻ, അതുപോലെ തന്നെ ബേക്കറി സെക്ഷൻ, പിന്നെ കൂടാതെ മാംഗോ ആയിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള വെറൈറ്റി ആയിട്ടുള്ള അത് മാംഗോ കട്ട് ചെയ്യാനുള്ള നമ്മുടെ നൈഫ് തൊട്ടിട്ട്, അതുപോലെ ഇലക്ട്രോണിക് സാധനങ്ങൾ, നമ്മുടെ മിക്സർ, ജ്യൂസർ തുടങ്ങിയ എല്ലാ പ്രോഡക്റ്റുകളും നമ്മുടെ ഈ മാംഗോ ഫെസ്റ്റിൻ്റെ പാർട്ടായിട്ട് കസ്റ്റമേഴ്സിന് ഇന്ന് കിട്ടുന്നതിൽ വെച്ചിട്ട് ഏറ്റവും ബെസ്റ്റ് പ്രൈസിന് നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അലങ്കരിച്ച് മാമ്പഴത്തോട്ടം പോലെയാക്കിയ ഹൈപ്പർ മാർക്കറ്റുകളിൽ മെയ് 10 മുതൽ 18 വരെയാണ് മേള നടക്കുന്നത്. 20-ൽ പരം വ്യത്യസ്ത ഇനം മാങ്ങകളാണ് ഫെസ്റ്റിലുള്ളത്. സ്വദേശികൾക്ക് പുറമെ വിവിധ രാജ്യങ്ങളിലെ വ്യത്യസ്ത ഇനം മാങ്ങകളും ഫെസ്റ്റിലുണ്ട്. മാങ്ങകൾ കൊണ്ടുള്ള 100-ലധികം തരം ഉൽപ്പന്നങ്ങളും ലഭ്യമാക്കിയിട്ടുണ്ട്. മാങ്ങാ ജ്യൂസുകളും മാങ്ങായിട്ടുള്ള മീൻകറിയും മാങ്ങാ അച്ചാറുകളും മാങ്ങാ ജ്യൂസുകളും മാങ്ങാ കേക്കും മാങ്ങാ പുഡിങ്ങും തുടങ്ങി വിവിധ ഉൽപ്പന്നങ്ങളും കേരളത്തിലെ എല്ലാ നെസ്റ്റോ ഹൈപ്പർ മാർക്കറ്റുകളിലും ലഭ്യമാണ്. വിവിധതരം മാങ്ങകൾ വിലക്കുറവിൽ വാങ്ങാനുള്ള അവസരമാണ് മാംഗോ ഫെസ്റ്റിവലിന്റെ ഭാഗമായി എല്ലാ നെസ്റ്റോ ഹൈപ്പർ മാർക്കറ്റുകളിലും ഒരുക്കിയിരിക്കുന്നത്. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. സേവ് CPIക്കാരെ കോൺഗ്രസിലേക്ക് ക്ഷണിച്ച് VT ബൽറാം. വരും ദിവസങ്ങളിൽ ഒരുമിച്ച് പ്രവർത്തിക്കാൻ കഴിയട്ടെ എന്നും കനയ്യകുമാറിന് കോൺഗ്രസിൽ വരാമെങ്കിൽ സേവ് CPIക്കാർക്കും വരാമെന്നും VT ബൽറാം. കാട്ടാനപ്പേടിയിൽ മലയോര മേഖലകളായ തിരുവിഴാംകുന്ന് അമ്പലപ്പാറയും എടത്തനാട്ടുകര പിലാച്ചോലയും. കഴിഞ്ഞ ദിവസം കാടിറങ്ങിയ ആനകളെ തുരത്തിയത് ഏറെ ശ്രമകരമായി. നേരമിരുട്ടിയാൽ ആനകളെ പേടിച്ച് പുറത്തിറങ്ങാൻ കഴിയാത്ത അവസ്ഥ. കാരാകുറിശി പഞ്ചായത്തിലെ ചള്ളിമുണ്ടയിൽ CPM-ൽ നിന്നും കൂട്ടരാജി. 35 കുടുംബങ്ങൾ മുസ്ലിം ലീഗിൽ ചേർന്നു. അംഗത്വ വിതരണം നടത്തി N. ഷംസുദ്ദീൻ MLA. സംസ്ഥാന കായിക വകുപ്പിന്റെ നേതൃത്വത്തിൽ മന്ത്രി V. അബ്ദുറഹ്മാൻ നയിക്കുന്ന ലഹരി വിരുദ്ധ സന്ദേശയാത്രയ്ക്ക് ഒറ്റപ്പാലത്ത് സ്വീകരണം. വിദ്യാർത്ഥികളും കൗൺസിലർമാരും പൊതുജനങ്ങളും പങ്കെടുത്ത വാക്കത്തോണും നടന്നു. മണ്ണാർക്കാട് ആനമൂളി വനത്തിൽ റോഡ് നിർമ്മിക്കാനായി നികത്തിയ ചോലകൾ പൂർവ്വസ്ഥിതിയിലാക്കി. നാട്ടുകാരുടെ ആവശ്യത്തെ തുടർന്ന് പ്ലാന്റേഷൻ കോർപ്പറേഷനാണ് ചോലകൾ പൂർവ്വസ്ഥിതിയിലാക്കിയത്. ഇതോടുകൂടി ഈ വാർത്താ ബുള്ളറ്റിൻ സമാപിക്കുന്നു. നമസ്കാരം.